പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മുടെ ചീഫ് സെക്രട്ടറി കറുത്ത നിറത്തെക്കുറിച്ച് അവർക്കുണ്ടായ ഒരു അപമാന സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ ഉള്ള ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണാറില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അതിൽ തെറ്റുകാരാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ഒരു വിവാഹം വരികയാണ്. വിവാഹം വരാൻ നേരത്ത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു വിവാഹം നടക്കാൻ നേരത്ത് ഇപ്പോൾ ഒരു പെണ്ണിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്താ നോക്കുന്നത്? പെണ്ണ് നിറമുണ്ടോ എന്ന് നമ്മൾ നോക്കും, അത് പറയുകയും ചെയ്യും. അതുപോലെ പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് ചെറുക്കൻ്റെയും കാര്യങ്ങൾ നോക്കും, നിറമുണ്ടോ, നിറം കുറവാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതില്ല എന്ന് ഉള്ള വ്യാജേന ചില ആളുകൾ സംസാരിക്കാറുണ്ട്. അത് തെറ്റാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട് എന്നുള്ളതാണ് പുലിമുരുകൻ തോന്നുന്നത്. എന്നാൽ ഒരു സമൂഹത്തിൽ നമ്മൾ പെരുമാറേണ്ട കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരാൾ എന്താ പറയുക, വെളുത്തതായിട്ടോ കറുത്തതായിട്ടോ ഒക്കെ തോന്നിയേക്കാം. പക്ഷെ കറുത്ത ഒരാളുടെ കൊണ്ടിട്ട് നീ കറുത്തവനാണ് എന്ന് പറയേണ്ട കാര്യം നമുക്കില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിറം വെച്ചിട്ട് അദ്ദേഹത്തെ അളക്കേണ്ടതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ അദ്ദേഹത്തിൻ്റെ നിറം വെച്ച് നമ്മൾ അളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നമ്മൾ സമൂഹത്തിൽ പറയാൻ പാടില്ല. നമ്മുടെ ഉള്ളിലെല്ലാം അത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചിലരില്ല എന്ന് പറയും, അത് വെറും നുണയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.